നമസ്കാരം. സെന്റ് മേരീസ് ഓർഫണേജ് വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ പ്രൈവറ്റ് ഐടിയുടെ മറ്റൊരു ഓൺലൈൻ വീഡിയോയിലേക്ക് എല്ലാ ട്രെയിനീസിനും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിൽ നടത്താനായി പോകുന്ന ഓൺലൈൻ പ്രാക്ടീസ് ടെസ്റ്റുകളുടെ അഥവാ മോക്ക് ടെസ്റ്റുകളെ പറ്റിയിട്ടാണ്. മോക്ക് ടെസ്റ്റിന്റെ ടൈം ടേബിളുകൾ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ അധ്യാപകർ അയച്ചു തരും. ആ ടൈം ടേബിൾ പ്രകാരം സോഫ്റ്റ്വെയറിൽ ഓരോ ദിവസവും നിങ്ങൾക്കായുള്ള പ്രാക്ടീസ് ടെസ്റ്റുകൾ വരുന്നതായിരിക്കും. ആ പ്രാക്ടീസ് ടെസ്റ്റുകൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുവാനും അതുവഴി കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനും ശ്രമിക്കുക. ഈ വീഡിയോ ഉപയോഗിക്കുന്നത് നിങ്ങളെ ആ സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്താനായിട്ടാണ്. ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ സിസ്റ്റത്തിലോ മറ്റൊന്നിലോ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വെബ് ബേസ്ഡ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഇനി ഓൺലൈൻ ക്ലാസ്സുകൾ എല്ലാവരും അറ്റൻഡ് ചെയ്തെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇനിയും ഓൺലൈൻ ക്ലാസ്സുകൾ വീണ്ടും അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെന്റ് മേരീസ് ഐടിയുടെ യൂട്യൂബ് ചാനലിലേക്ക് പോവുകയും, സെന്റ് മേരീസ് ഐടി തൃശ്ശൂർ എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. ആ യൂട്യൂബ് ചാനൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. ഇതിൽ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റ് വൈസായി എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സെക്കൻഡ് ഇയർ നിലവിൽ 22 ക്ലാസ്സുകളാണ് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ മെക്കാനിക് ഡീസൽ 23, എംപ്ലോയബിലിറ്റി സ്കിൽ 14, ഫസ്റ്റ് ഇയർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 28. ഇങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റുകളും അല്ലെങ്കിൽ എല്ലാ ട്രേഡുകളിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഇതിൽ കാണാം. ഓരോ വീഡിയോസിനും കൃത്യമായി പേര് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വീണ്ടും കണ്ട് പഠിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ തിയറി പോർഷൻസ് എല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. വളരെ ചുരുക്കം ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമാണ് ഇനി പോകാനുള്ള. മെക്കാനിക് ഡീസലിൽ മാത്രമാണ് ഇനി 1-2 ക്ലാസ്സുകൾ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് പ്രാക്ടീസ് ടെസ്റ്റുകളിലേക്കാണ്. അത് നിങ്ങൾക്ക് കൃത്യമായി പരീക്ഷകൾ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമാണ് പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ഇതിനു മുന്നേ തന്നിട്ടുള്ളത് ഓർമ്മയുണ്ടാവും. ആ യൂസർ ഐ ഡി പാസ്വേഡ് എടുത്തു വെക്കുക. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് യൂസർ ഐ ഡിയോ പാസ്വേഡോ നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവേണ്ടതാണ്, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകനെ അറിയിക്കുക. അധ്യാപകൻ നിങ്ങൾ അങ്ങനെ നഷ്ടപ്പെട്ടവരുടെ എല്ലാവരും ലിസ്റ്റ് കളക്ട് ചെയ്ത് നമുക്ക് അയച്ചു തരികയും നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് പേഴ്സണലായി അറിയിക്കുകയും ചെയ്യാം. നിങ്ങൾ നഷ്ടപ്പെട്ടവർ മാത്രം അധ്യാപകരെ കോൺടാക്ട് ചെയ്യുക. അല്ലാത്തവർ ആ പാസ്വേഡും യൂസർ ഐ ഡിയും എടുത്തു വെക്കുക. അതിനുശേഷം ഈ വീഡിയോന്റെ താഴെ ലിങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഓൺലൈൻ എക്സാമിനേഷൻ സിസ്റ്റം ലോഗിൻ ആയി വരിക. ഇതൊരു മൊബൈൽ ഫ്രണ്ട്ലി ആപ്പും കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മൊബൈലിലും ഇത് ലഭ്യമാകും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഗൂഗിൾ ക്രോമോ അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിച്ച് ഈ തന്നിരിക്കുന്ന ലിങ്കിൽ, ഈ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒരു ഓൺലൈൻ എക്സാമിനേഷൻ സിസ്റ്റം എന്നീ പേജിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കേണ്ടതാണ്. എസ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു യൂസർ ഐ ഡിയും യൂസർ ഐ ഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഒരു ഉദാഹരണത്തിനായി ഞാൻ ഇവിടെ ഒരു കുട്ടിയുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിക്കുന്നു. ഇതൊരു ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു അക്കൗണ്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒരു യൂസർ ഐ ഡി പാസ്വേഡ് വെച്ച് ഒരു കുട്ടി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ട്രെയിനിങ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിന്റെ വിൻഡോ വരിക. ഈ ഭാഗത്തായിട്ട് നിങ്ങളുടെ ചിത്രം ഉണ്ടാകും. അത് നിങ്ങളുടെ തന്നെ ചിത്രമല്ല എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ തന്നെയാണ് ലോഗിൻ ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ, ഇപ്പൊ ഞാൻ വെൽഡറിലാണ് ഈ കുട്ടിയെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വെൽഡർ ക്ലാസ്സിൽ 14 കുട്ടികളുണ്ട്. ഒരു ആക്റ്റീവ് എക്സാമിനേഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരു ആക്റ്റീവ് എക്സാമിനേഷൻ ആണ് ഉള്ളത്. 3 ലോക്ക്ഡ് എക്സാംസ് ഉണ്ട്. അതായത് 3 ലോക്ക്ഡ് എക്സാം പെൻഡിങ് ആയിട്ടുണ്ട്, എക്സാമുകൾ പെൻഡിങ് ആയിട്ടുണ്ട്. അതാത് സമയത്താണ് അപ്പ് ആവുക. നിലവിൽ നിങ്ങൾക്ക് ഒരു എക്സാം ആണ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അതാത് ദിവസം ടൈം ടേബിൾ അനുസരിച്ച് അതാത് ദിവസം ഈ എക്സാം ആക്റ്റീവ് ആവും. നിങ്ങൾക്ക് ചെയ്യേണ്ട എക്സാം ആക്റ്റീവായി വരും. ഇനി ഇതിൽ നമുക്കൊരു നോട്ടീസ് ഉണ്ട്. നോട്ടീസ് പ്രിൻസിപ്പാളിനോ സാറുമാർക്കോ ഇടാനുള്ള നോട്ടീസാണ്. ആ നോട്ടീസാണ് ഇവിടെ കൊടുത്തിരിക്കുക. കമൻസ്മെന്റ് ഓഫ് പ്രാക്ടീസ് മോക്ക് ടെസ്റ്റ്. ആ നോട്ടീസ് പ്രകാരം പറയുന്നത് മോക്ക് ടെസ്റ്റ് ഉടനടി സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ നോട്ടീസ് ഉണ്ടെങ്കിൽ നോട്ടീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിപ്പ് ഈ നോട്ടീസ് സെക്ഷനിൽ ഉണ്ടായിരിക്കും. ഇനി
നിങ്ങൾ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യും എന്നുള്ളതാണ് അടുത്തത് പറയാനായിട്ട് പോകുന്നത്. ഇതിന് താഴെ നിങ്ങൾക്ക് സബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോഴുള്ള സബ്ജക്റ്റുകൾ, അത് പരീക്ഷ ആക്റ്റീവ് ആയിട്ടുള്ളത് മാത്രമേ അതിൽ കാണിക്കുകയുള്ളൂ. ഇനി അടുത്ത് എക്സാമിനേഷൻസ് എന്നുള്ള ടോപ്പിക് എടുക്കുകയാണെങ്കിൽ 3 ലോക്ക്ഡ് എക്സാം ഇനാക്റ്റീവായി കാണിച്ചിരിക്കുന്നു. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. റെഡ് കളറിൽ കാണുന്നത്. ഗ്രീൻ കളറിൽ ആക്റ്റീവായി കാണിക്കുന്ന എക്സാം ആണ് നിങ്ങൾക്കിപ്പോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അതിലെ ടേക്ക് അസസ്മെന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയറിലേക്ക് പോകും. അപ്പോൾ ഓരോ എക്സാമും കൃത്യമായി ടൈം ടേബിളിൽ വരുന്ന മുറയ്ക്ക് നിങ്ങൾ ആ എക്സാം അറ്റൻഡ് ചെയ്യണം. 2 ദിവസമാണ് ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള സമയം. എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സാം ഫെയിൽഡ് ആയി പോവും. അതുകൊണ്ട് ഒരു തവണ എക്സാം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ പകുതിക്ക് വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യരുത്, അത് കംപ്ലീറ്റ് ചെയ്തേ മതിയാകൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവും. ഇതിൽ ടേക്ക് അസസ്മെന്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ വരും. ടേംസ് ആൻഡ് കണ്ടീഷൻസ്. യു ആർ ഗുഡ് ടു ഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറായി എന്നർത്ഥം. ഈ എക്സാമിന്റെ പേര് വെൽഡറിലുള്ള എംപ്ലോയബിലിറ്റി സ്കില്ലിലുള്ള പ്രാക്ടീസ് ടെസ്റ്റ് 1. അത് സാമ്പിൾ ആണ്. ഇതൊരു പ്രാക്ടീസ് ടെസ്റ്റ് 1 ആണ്, ആദ്യത്തെ പ്രാക്ടീസ് ടെസ്റ്റ്. ഇങ്ങനെയാണ് നിങ്ങളുടെ പേര് കാണുക. നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് പേര് കൊടുത്ത പോലെ തന്നെ വെൽഡർ ട്രേഡിലുള്ള എംപ്ലോയബിലിറ്റി സ്കില്ലിന്റെ എക്സാം ആണ് ഇപ്പോൾ ഉള്ളത്. സബ്ജക്ട് എംപ്ലോയബിലിറ്റി സ്കില്ല്. ഒരു കറക്റ്റ് ആൻസറിന് 1 മാർക്കാണ് കിട്ടുക. അത് അറ്റൻഡ് ചെയ്യേണ്ട ഡെഡ് ലൈൻ ആണ് ഇവിടെ വരിക. 30 മിനിറ്റ് ആണ് ഡ്യൂറേഷൻ. നിങ്ങൾക്ക് ഈ എക്സാം വീണ്ടും അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് 8/5/2020 എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ഇത് DDMMYY അല്ല, MMDDYY ആണ്. അതായത് 8 എന്ന് പറയുന്നത് മാസവും 5 എന്ന് പറയുന്നത് തീയതിയാണ്. അതായത് ഓഗസ്റ്റ് 8 ശേഷമാണ് ഈ എക്സാം വീണ്ടും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. 40% മാർക്ക് ഉണ്ടെങ്കിലേ ഇതിൽ പാസ്സാവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ആകെ ഇതിൽ അടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 6 എണ്ണമാണ്. 25 എണ്ണത്തിന്റെയാണ് നിങ്ങൾക്കുള്ള നോർമൽ എക്സാമുകൾ ഉണ്ടാവുക. ഇത് ഒരു സാമ്പിൾ ആയതുകൊണ്ട് 6 ചോദ്യം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിൽ ബിഗിൻ അസസ്മെന്റ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടെ വെബ് ബ്രൗസർ ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ എക്സാമിന്റെ പകുതിക്ക് വെച്ച് ഇത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഈ ടാബ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാം ഫെയിൽഡ് ആയിട്ടാണ് കണക്കാക്കപ്പെടുക. അതുകൊണ്ട് എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഞാനിവിടെ ബിഗിൻ അസസ്മെന്റ് കൊടുക്കുകയാണ്. ആർ യു ഷുവർ യു വാണ്ട് ടു ബിഗിൻ? ഓക്കെ. നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടൈമർ, ഈ ഗ്രീൻ ഭാഗത്ത് ടൈമർ കൗണ്ട് ഡൗൺ ആരംഭിക്കും. ടൈമർ കൗണ്ട് ഡൗൺ ആരംഭിച്ചതിന് ശേഷം മാത്രമാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഇപ്പൊ എക്സാം ഇനാക്റ്റീവ് അല്ല, അത് പ്രിപ്പറേഷൻ നടക്കുന്നേ ഉള്ളൂ. എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. WWW സ്റ്റാൻഡ്സ് ഫോർ. അതിന്റെ ഫുൾ ഫോം എന്താണ്? ടൈമർ സ്റ്റാർട്ട് ചെയ്തു. 29 മിനിറ്റ് 30 മിനിറ്റ് കൗണ്ട് ഡൗൺ ആയി തുടങ്ങി. അപ്പൊ ഞാനിത് ആൻസർ ചെയ്യാണ്. WWW സ്റ്റാൻഡ്സ് ഫോർ വേൾഡ് വൈഡ് വെബ്. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പല ഓപ്ഷനുകളും കാണാം. വേൾഡ് വൈഡ് വെബ് ആണ് കറക്റ്റ്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് സബ്മിറ്റ് അസസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം അവസാനിക്കും. അതുകൊണ്ട് ഒരിക്കലും സബ്മിറ്റ് അസസ്മെന്റ് കൊടുക്കരുത്. സബ്മിറ്റ് അസസ്മെന്റ് കൊടുത്തതിന് ശേഷം എക്സാം അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിൽഡ് ആയി. പിന്നീട് ആ എക്സാം റീടേക്ക് ചെയ്യില്ല. അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുക. .ppt is എക്സ്റ്റൻഷൻ ഓഫ് പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിന്റെ എക്സ്റ്റൻഷൻ ആണ് .ppt. രണ്ടാമത്തെ ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏതായാലും കുഴപ്പമില്ല. ഇനി 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ RAM സ്റ്റാൻഡ്സ് ഫോർ റാൻഡം ആക്സസ് മെമ്മറി. അത് കൃത്യം ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ ഓപ്ഷൻ സെലക്ട് ആവുക. അതിനുശേഷം 4ാമത്തെ ചോദ്യം FTP എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. അതുകൊണ്ട് പ്രോട്ടോകോൾ ആണ് അതിന്റെ ആൻസർ. ക്ലിക്ക് ചെയ്തു. 5ാമത്തെ ചോദ്യത്തിൽ കിടക്കുന്നതിന് മുമ്പ് ഞാൻ 6ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. 6ാമത്തെ ചോദ്യം ദ കേബിൾ ഷോൺ ഇൻ ദ പിക്ചർ ഈസ് ആ കേബിളിന്റെ പേരെന്താണ്? പവർ കേബിൾ, USB കേബിൾ, നെറ്റ്വർക്ക് കേബിൾ, കോയാക്സിയൽ കേബിൾ. നെറ്റ്വർക്ക് കേബിൾ ആണ് കറക്റ്റ് ആൻസർ. ഒരു ലാൻ കേബിൾ ആണ്, നെറ്റ്വർക്കിന്റെ കേബിൾ ആണ്. ഇനി 5ാമത്തെ ചോദ്യം അൺആൻസർഡ് ആണ്. 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ടച്ച് പാഡ് ഈസ് ടച്ച് പാഡ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ഇപ്പൊ 6 ചോദ്യം ഞാൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് സബ്മിറ്റ് അസസ്മെന്റ് എന്ന് പറഞ്ഞ ഈ ടോപ്പിക്കിൽ ഈ ടാബിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്റെ പരീക്ഷ അവസാനിച്ചു. ഇതിനു മുമ്പ് മാത്രമാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള അവസരം. നിങ്ങൾ മാർക്ക് ചെയ്ത എല്ലാ ആൻസറുകളും അവിടെ കിടക്കുന്നുണ്ട്. അതിനുശേഷം സബ്മിറ്റ് അസസ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം അവസാനിച്ചു. വെൽ ഡൺ, യു ഹാവ് പാസ് ദിസ് എക്സാമിനേഷൻ. 40% മുകളിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് പാസ് ദിസ് എക്സാമിനേഷൻ. നിങ്ങളുടെ സ്കോർ 100% ആണ്.
നിങ്ങളുടെ മാർക്ക് ഇവിടെ കാണിക്കും, ശതമാനത്തിലാണ് മാർക്ക് കാണിക്കുക. ഇനി 5 തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ഈ എക്സാം റീടേക്ക് ചെയ്യാം, വീണ്ടും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എക്സാമിന്റെ രീതി. ഇനി ഇതിൽ എക്സാം റിസൾട്ട്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്ത എക്സാമിന്റെ റിസൾട്ട് ഇവിടെ കിട്ടും. ഇത് നേരത്തെ അറ്റംപ്റ്റ് ചെയ്തതിൽ ഫെയിലായി കിടക്കുന്ന ഒരു എക്സാമാണ്. നിങ്ങൾക്ക് നേരത്തെ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണും. ഇനി നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണും. അതാണ് നിങ്ങളുടെ റിസൾട്ട്. അപ്പൊ ഇങ്ങനെയാണ് ഒരു എക്സാം സോഫ്റ്റ്വെയറിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. 2 ദിവസമാണെന്ന് പറഞ്ഞു ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. ആ 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ എക്സാം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ 3-ാം ദിവസം അത് ഇനാക്റ്റീവ് ആവും. അതുകൊണ്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫെയിൽഡ് ആയിട്ടാണ് കണക്കാക്കുക. നിങ്ങളുടെ റിസൾട്ട് വന്നില്ലെങ്കിലും നിങ്ങൾ ഫെയിൽഡ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ അറ്റൻഡഡ് എക്സാം 2 എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിട്ട് 2 എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ആക്റ്റീവ് എക്സാമിനേഷൻ, ഇപ്പോഴും എക്സാം ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു. ഇനി നിങ്ങളുടെ റിസൾട്ടുകളൊക്കെ ഇവിടെ കാണിക്കും. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മുടെ എക്സാം ആൻസർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് വളരെയധികം എക്സാമുകൾ 330 ക്വസ്റ്റ്യൻസ് നിലവിൽ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് 330 ക്വസ്റ്റ്യൻസ് കയറി കഴിഞ്ഞിട്ടുണ്ട്. 17 എക്സാമിനേഷൻസ് കയറിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇത് അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രം കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഇത്ര അധികം എക്സാമിനേഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനിയും അത് കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ അധ്യാപകർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ട ഡേറ്റിൽ കൃത്യമായി ആ എക്സാം നിങ്ങളുടെ ഡാഷ്ബോർഡിൽ വരികയും ഇതവരുടെ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കൃത്യമായി കാണിക്കുകയും ആ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരെ കോൺടാക്ട് ചെയ്യുക. അധ്യാപകരത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ടൈം ടേബിൾ ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങളുടെ ടൈം ടേബിള് ഫസ്റ്റ് ഇയറിന്റെ ടൈം ടേബിൾ ഇതാ ഇങ്ങനെയാണ് ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് വരും. ആ ടൈം ടേബിൾ അനുസരിച്ച് 1-ാം തീയതി മുതലാണ് നമ്മളുടെ പ്രാക്ടീസ് ടെസ്റ്റുകൾ ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ. ഓഗസ്റ്റ് 1-ന് ട്രേഡ് തിയറി പ്രാക്ടീസ് ടെസ്റ്റ് 1 ആണ്. അപ്പോൾ എല്ലാ ട്രേഡുകാർക്കും അന്ന് പ്രാക്ടീസ് ടെസ്റ്റ് ട്രേഡ് തിയറിയിലുണ്ട്. 2-ാം തീയതി ഹോളിഡേ. 3-ാം തീയതി ട്രേഡ് തിയറി തന്നെയാണ്. 4-ാം തീയതി എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രാക്ടീസ് 1. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ ഡ്രോയിങ് ടെസ്റ്റ് പരീക്ഷ തന്നെയാണ്. അതുകൊണ്ട് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രാക്ടീസ് എന്ന് പറയുന്ന ഈ ദിവസങ്ങളിൽ ടീച്ചർ നിങ്ങൾക്ക് കൃത്യമായി 2-3 ഫിഗർ വരയ്ക്കാനായിട്ട് തരും. അത് നിങ്ങളുടെ നോട്ടിൽ വരയ്ക്കണം. നിങ്ങൾ ഓൺലൈൻ എക്സാമിന് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ നോട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ആ നോട്ടിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഓരോ ദിവസത്തെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ക്ലാസിന്റെ നോട്ട് അതിലില്ലെങ്കിൽ ആ ദിവസത്തെ അറ്റൻഡൻസ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യില്ല. അതുകൊണ്ട് ആ നോട്ടിൽ കൃത്യമായി ഓൺലൈൻ എക്സാമിന്റെ ടൈം ടേബിൾ അനുസരിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം, ഷോർട്ട് നോട്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ അറ്റൻഡൻസ് കിട്ടുകയുള്ളൂ. അറ്റൻഡൻസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യും. അത് അവിടേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ നോട്ട് സബ്മിറ്റ് ചെയ്യാൻ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. അതുകൊണ്ട് നോട്ടുകൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഡൻസ് നഷ്ടപ്പെടും. അപ്പൊ 4-ാം തീയതി എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. അന്ന് ടീച്ചർ നിങ്ങൾക്ക് ചോദ്യം വാട്സപ്പിലൂടെ അയച്ചു തരും. ആ ചോദ്യം നിങ്ങൾ കൃത്യമായി നോട്ടിൽ വരയ്ക്കണം. വരയ്ക്കാനുള്ള പ്രാക്ടീസ് ആണത്. നോട്ടിൽ കൃത്യമായി വരച്ചാൽ മാത്രമേ ആ ദിവസത്തെ അറ്റൻഡൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഓൺലൈൻ ആയിട്ടുള്ള പരീക്ഷാ ടെസ്റ്റുകളുണ്ട്, പ്രാക്ടീസ് ടെസ്റ്റുകളുണ്ട്. ആ പ്രാക്ടീസ് ടെസ്റ്റുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. 5-ാം തീയതി എംപ്ലോയബിലിറ്റി സ്കില്ലാണ്. 6-ാം തീയതി വീണ്ടും എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രാക്ടീസ്. 7-ാം തീയതി വർക്ക്ഷോപ്പ് കാൽക്കുലേഷന്റെ പ്രാക്ടീസ് ടെസ്റ്റ് ആണ്. ഇങ്ങനെ നിങ്ങളുടെ ടൈം ടേബിൾ വളരെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, 3-ാം തീയതി ട്രേഡ് തിയറിയുടെ പ്രാക്ടീസ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ പ്രാക്ടീസ് ആണ്. അത് 4-ാം തീയതി പരീക്ഷയില്ല, പകരം 5-ാം തീയതിയാണ് പരീക്ഷ. അപ്പൊ 3-ഉം 4-ഉം തീയതികളാണ് ഈ ട്രേഡ് തിയറിയുടെ പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സമയം. ഈ 2 ദിവസത്തിലാണ് ഈ ടെസ്റ്റ് ട്രേഡ് തിയറി പ്രാക്ടീസ് ടെസ്റ്റ് 2 നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുക. ഈ 5-ാം തീയതി ആയി കഴിഞ്ഞാൽ ഈ 3-ാം തീയതിയിലത്തെ ടെസ്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടും, പിന്നെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വളരെ കൃത്യമായി ടൈം ടേബിൾ നിരീക്ഷിക്കുക. ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റുകൾ വരുന്നത്. അതുപോലെ സെക്കൻഡ് ഇയേഴ്സിന് ടൈം ടേബിൾ ഉണ്ട്. സെക്കൻഡ് ഇയേഴ്സിന്റെ 1-ാം തീയതി തന്നെയാണ് തുടങ്ങുന്നത്. ട്രേഡ് തിയറിയിലാണ് തുടങ്ങുന്നത്. സെക്കൻഡ് ഇയേഴ്സിന് എംപ്ലോയബിലിറ്റി സ്കില്ലില്ല. അതുകൊണ്ട് ടൈം ടേബിളിൽ മാറ്റമുണ്ട്. ടൈം ടേബിൾ ശ്രദ്ധിക്കണം. ഇതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ പ്രാക്ടീസ് ടെസ്റ്റുകൾ നടക്കുക. ഇനി ഓൺലൈൻ എക്സാമിന്റെ കാര്യത്തിൽ
ഓൺലൈൻ ക്ലാസ്സുകളുടെ കാര്യത്തിൽ ഏതെങ്കിലും ക്ലാസ് മിസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ യൂട്യൂബിൽ ചെല്ലുക, ആ ക്ലാസ് കണ്ട് കൃത്യമായി നോട്ട് കുറിക്കുക. നോട്ട് കുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ നോട്ടിലെ ടോപ്പിൽ നിങ്ങൾ ആ ഓൺലൈൻ ക്ലാസ്സിന്റെ പേര് എഴുതണം. അത് വന്ന ഡേറ്റും കൃത്യമായിട്ട് എഴുതണം. ആ ഡേറ്റും പേരും എഴുതി കഴിഞ്ഞിട്ട് വേണം ഷോർട്ട് നോട്ട് എഴുതാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഡേറ്റും പേരും എഴുതിയിട്ടില്ലെങ്കിൽ എല്ലാവരും നോട്ടിന് മുകളിൽ അതാത് ക്ലാസ്സുകൾക്ക് നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതിയതിന്റെ ആ ക്ലാസ്സിന് മുകളിൽ ആ ക്ലാസ്സിന്റെ പേരും ഡേറ്റും അത് വന്നിട്ടുള്ള ഡേറ്റും എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ആ പേര് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് MMVയുടെ ഫസ്റ്റ് ഇയർ ക്ലാസ്സിലുള്ള ഒരാളാണെങ്കിൽ MMV ഈ പ്ലേലിസ്റ്റിൽ MMV മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഇതിൽ ലഭ്യമായിട്ട് കിട്ടും. അപ്പോൾ അതിൽ ഈ സൈഡിൽ പ്ലേലിസ്റ്റിൽ എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ 12ാമത്തെ ക്ലാസ് മിസ്സായ ഒരാളാണെങ്കിൽ അതിന്റെ ഷോർട്ട് നോട്ട് എഴുതി വെക്കുക. MMV C12 ഫ്യൂവൽ സിസ്റ്റം പാർട്ട് 5 എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഷോർട്ട് നോട്ട് തയ്യാറാക്കേണ്ടത്. അത് വന്നിട്ടുള്ള ഡേറ്റ് കൃത്യമായി നിങ്ങൾക്ക് തന്ന ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിൾ പ്രകാരം തന്നെയാണ് എല്ലാ ക്ലാസ്സുകളും വന്നിട്ടുള്ളത്. അതുകൊണ്ട് വളരെ കൃത്യമായി അത് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരെ കോൺടാക്ട് ചെയ്യുക. ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഓൺലൈൻ എക്സാമുകളും അതിൻ്റെതായ മുറയ്ക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അറ്റൻഡൻസ് കിട്ടുന്നത്. അതങ്ങനെ തന്നെയാണ് നമ്മൾ അറ്റൻഡൻസ് ഇടാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് അറ്റൻഡൻസ് ഓൺലൈൻ ക്ലാസ്സുകളുടെ ഷോർട്ട് നോട്ടുകൾ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതാത് ദിവസത്തെ അറ്റൻഡൻസ് കിട്ടുകയും, ഓൺലൈൻ എക്സാമുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഇവിടെ നിന്ന് അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മാഷ്മാർക്ക് അറിയാനായിട്ട് സാധിക്കും ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്യാത്തത്, അറ്റൻഡ് ചെയ്തവരുടെ മാർക്ക് എത്ര എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതായത് ഓൺലൈൻ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താൽ ആ സമയത്ത് അറ്റൻഡൻസും നിങ്ങളുടെ ഇന്റേണൽ മാർക്കുകളും കയറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് കൃത്യമായി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊരു കാരണവശാലും വിട്ടുകളയരുത്. 25 ചോദ്യമാണ് ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാവുക. 30 മിനിറ്റ് 40 മിനിറ്റ് മാക്സിമം ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് വരും. 25 ചോദ്യം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം അറ്റൻഡൻസ് കിട്ടിയെന്ന് ചുരുക്കം. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യുക. 25 ചോദ്യം അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം ക്ലോസ് ചെയ്യുക. അല്ലാതെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം ഫെയിൽ ആയി പോകും, പിന്നീട് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യുക. ഈ ഓൺലൈൻ എക്സാമിനേഷൻ സിസ്റ്റം എന്നീ വെബ് പേജിന്റെ അഡ്രസ്സ് വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. യൂസർ ഐഡിയും പാസ്വേഡും കൃത്യമായി കൊടുത്തു തന്നെ കയറുക. ഇനി എന്തെങ്കിലും കാരണവശാൽ അത് കയറാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അത് അറിയിക്കുക. അത് നിങ്ങളുടെ ബ്രൗസറിന്റെ കംപ്ലൈന്റ് ആയിരിക്കാം. എന്നാലും സൈറ്റ് വളരെ സ്പീഡാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കംപ്ലൈന്റുകൾ തിരുത്തുക. മൊബൈൽ ഫ്രണ്ട്ലി ആണിത്, നിങ്ങൾക്ക് മൊബൈലിൽ എടുക്കാം, വളരെ എളുപ്പത്തിൽ മൊബൈലിൽ എടുക്കാം. അതുപോലെ തന്നെ ലാപ്ടോപ്പിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലും എടുക്കാം. 2 ദിവസത്തിനുള്ളിൽ തന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.